ഹായ് ഡിയേഴ്സ്. അപ്പം ഞങ്ങൾ ഇന്ന് പോകുന്നത് ന്യൂയോർക്ക് സിറ്റിയിലേക്കാണ്. ന്യൂയോർക്ക് സിറ്റിയിൽ എന്തിനു പോവുകയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ന്യൂയോർക്ക് സിറ്റിയിൽ ഒരു ബിസിനസ് എക്സ്പോ നടക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കാം, ബിസിനസ് എക്സ്പോ നടക്കുന്നിടത്ത് ഞങ്ങൾക്ക് എന്താ കാര്യം എന്നല്ലേ? അപ്പം നമ്മളിവിടെ ഒരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ചെറിയ ബിസിനസ്സിലേക്ക് കുറച്ചുകൂടി ആൾക്കാരെയൊക്കെ കണ്ടുമുട്ടാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ എക്സ്പോയ്ക്ക് പോകുന്നത്. നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന മിഡ് ടൗൺ ടണലിലൂടെയാണ്. ഇത് ഈസ്റ്റ് റിവറിൻ്റെ അടിയിൽ കൂടെയുള്ള ടണലാണ്. അപ്പോൾ ടണലിൽ നിന്ന് വെളിയിച്ചാടി ഇനി നമുക്ക് കാറൊന്ന് പാർക്ക് ചെയ്യണം. നമ്മൾ നേരത്തെ തന്നെ പാർക്കിംഗ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പാർക്ക് ചെയ്തു. നമ്മൾ ഇനി ആ സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദാ ഇവിടെ വെച്ചിട്ടാണ് എക്സ്പോ നടക്കുന്നത്, ആ ബിൽഡിങ്ങിൻ്റെ അകത്ത്. അപ്പോൾ ഇപ്പം സ്പ്രിങ് ആയതുകൊണ്ട് അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഓൺലൈനായിട്ട് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ആ ടിക്കറ്റ് ഇവിടെ കാണിച്ച് നമുക്ക് ഇവിടുന്ന് ചെറിയൊരു സ്ലിപ്പ് തരും. ആ സ്ലിപ്പും കൊണ്ടാണ് നമ്മൾ അകത്തേക്ക് കയറേണ്ടത്. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറി. അപ്പോൾ അകത്തേക്ക് കയറുമ്പോൾ ഒരുപാട് വെൻഡേഴ്സ് അവിടെയുണ്ട്. അതായത് സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന സിറ്റി ഏജൻസീസാണ് ഇതിൻ്റെ അകത്തുള്ളതെല്ലാം. അപ്പം സിറ്റി ഏജൻസീസിലെ കുറേ ഡെലിഗേറ്റ്സ് ഒക്കെ കാണും. അവരെയൊക്കെ നമുക്ക് പോയി മീറ്റ് ചെയ്യാം. എന്നിട്ട് അവിടെയൊക്കെ നമ്മൾ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്, ഇനി അവരുടെയൊക്കെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ നമുക്ക് പ്രൊക്യൂർ ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ കാര്യങ്ങൾ അവരുമായിട്ട് ഡയറക്റ്റ് നമുക്ക് സംസാരിക്കാം. അവർക്ക് പേപ്പർ വർക്ക് ഉണ്ടൊക്കെ ഉണ്ടെങ്കിൽ അവർ നമ്മളെ സഹായിക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇങ്ങനത്തെ എക്സ്പോയിൽ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ ന്യൂസ് ചാനൽസും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ. അപ്പം നമ്മുടെ ബിസിനസ് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പം ഞങ്ങൾക്ക് ന്യൂയോർക്ക് സിറ്റിയിൽ ഒരു ഇലക്ട്രിക്കൽ കോൺട്രാക്റ്റിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം സ്റ്റാർട്ട് ചെയ്തിട്ട് 2-3 വർഷമായി. പക്ഷെ നമുക്കങ്ങനെ ഫുൾ സ്വിങ്ങിലൊന്നും ആയിട്ടില്ല. ചെറിയ ചെറിയ ഇതൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ന്യൂയോർക്ക് സിറ്റി ലിമിറ്റിലുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ അവരൊരു ഫുഡിൻ്റെ സ്റ്റോൾ ഇട്ടിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇതും വെൻഡേഴ്സാണ്, പലതരത്തിലുള്ള ബേക്കേഴ്സും അങ്ങനെയൊക്കെയാണ്. അവരുടെ ഫുഡ് നമുക്ക് രുചിക്കാനും പറ്റും. അപ്പം അവർക്കതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും കൂടെയാണ്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഈ ടാട്ടൊക്കെ കഴിച്ച് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ ഒരു ഫുഡും അങ്ങനെ മോശമൊന്നും പറയാനുള്ള ഇല്ലായിരുന്നു. 3-4 വെൻഡേഴ്സായിരുന്നു ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. എല്ലാം നല്ലതായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം നമുക്ക് റെസിഡൻഷ്യലോ കൊമേഴ്ഷ്യലോ എന്താണെങ്കിലും ഇലക്ട്രിക്കൽ വർക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സോ ഒക്കെ ന്യൂയോർക്ക് സിറ്റി ലിമിറ്റിൽ താമസിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എക്സ്പോയിൽ രാവിലെ പോയതായിരുന്നു. എക്സ്പോയിൽ ഒരുപാട് പേരെ മീറ്റ് ചെയ്യാൻ പറ്റി. അത് മാത്രമല്ല നമുക്ക് കുറേ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റി. അപ്പം ഉച്ചയായപ്പോൾ ഞങ്ങൾ വെളിയിൽ ഫുഡ് ട്രക്ക് ഉണ്ടായിരുന്നു. ആ ഫുഡ് ട്രക്കിൽ നിന്ന് ഒരു പാകിസ്ഥാനി ഫുഡ് ട്രക്കിൽ നിന്നാണ് ഞങ്ങൾ ഇത് മേടിച്ചത്. ഒരു ബിരിയാണിയും ഒരു റോളും മേടിച്ചു. ബിരിയാണിയുടെ ക്വാണ്ടിറ്റി കണ്ടല്ലോ, അത്രയും ചെറിയ ക്വാണ്ടിറ്റിയാണ്. ഇവിടെ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് $12 ആണ് അതിൻ്റെ. ജോഷാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ചെറിയ റോളിൻ്റെ പ്രൈസ് $8. സോ നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് വണ്ടിയും അവിടെ നിന്ന് എടുത്തു. തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുത്തേക്കാം. അപ്പം ഷെയർ ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ കാണുന്നിടം വരേക്കും ബൈ.